ഞാൻ ഡോക്ടർ അനു ജോസ്. ഞാൻ ആയുർവേദ ഗൈനക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ആയുർവേദത്തിൽ പ്രധാനമായും 8 ശാഖകളാണുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ആയുർവേദ ഗൈനക്കോളജി വിഭാഗം. എന്നാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു വിഭാഗത്തെക്കുറിച്ച് വലുതായിട്ടുള്ളൊരു അവയർനെസ് ഇല്ല. എല്ലാവരും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ, ചെറിയൊരു ബ്ലീഡിംഗ് പ്രോബ്ലം ആണെങ്കിൽ പോലും മോഡേൺ വിഭാഗത്തെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തേത്. എന്തെന്ന് വെച്ചാൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ബോധവൽക്കരണം, അതായത് ആയുർവേദത്തിൽ ഇങ്ങനെയൊരു വിഭാഗമുണ്ടെന്നും ഇതിനിങ്ങനെ വെച്ചാൽ ഓരോരോ പ്രശ്നങ്ങൾക്കും ഇതുപോലെ ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ട് എന്നും ആൾക്കാർ തീരെ അവയർനെസ് ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇന്നത്തേത്. ആയുർവേദ ഗൈനക്കോളജി വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പെൺകുട്ടി മെനാർക്കി അല്ലെങ്കിൽ ആർത്തവം ഉണ്ടാകുന്നത് മുതൽ പല ഘട്ടങ്ങളിലൂടെ കടന്ന്, അതായത് ആർത്തവം നിൽക്കുന്ന, അതായത് മെനോപോസൽ സ്റ്റേജ് വരെ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മരുന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഇത്. എന്നാൽ ഇന്ന് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്നൊരു ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ വേഗം പോയി യൂട്രസ് അല്ലെങ്കിൽ നമ്മുടെ ഗർഭാശയം റിമൂവ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് അവരുടെ നിന്ന് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് എന്തെങ്കിലും ഒരു ഇപ്പോൾ ബ്ലീഡിങ് ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കി ഏത് ബുദ്ധിമുട്ടുകൾക്കാണെങ്കിലും അവരുടെ കാരണങ്ങൾ കണ്ടെത്തി നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവരുടെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നൊരവസ്ഥ, അതായത് മെനാർക്കെ സ്റ്റേജ്, ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 12 വയസ്സാണ് മെനാർക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു സമയത്ത് ഒരു പെൺകുട്ടിക്ക് ശക്തമായിട്ടുള്ളൊരു അടിവയറുവേദന വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ മൂഡ് സ്വിങ്സ് വരാം, അല്ലെങ്കിൽ വജൈനൽ ഡിസ്ചാർജുകൾ വരാം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഒട്ടുമിക്ക എല്ലാവരും കേട്ടുവരുന്നൊരു കാര്യമാണ് PCOD അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഇന്ന കുറേയധികം പ്രശ്നങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് പീരീഡ്സ് ആവുന്ന തൊട്ട് ഒരു ടീനേജ് ഏജ് അല്ലെങ്കിൽ കൗമാരപ്രായത്തിൽ കുട്ടികൾക്ക് കാണാറുണ്ട്. പക്ഷേ ഈ ഒരു സമയത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഒരു തവണ പീരീഡ്സ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് പീരീഡ്സ് കണ്ടില്ലെങ്കിൽ എന്താ അവർക്ക് തോന്നുക, ഇതൊരു മാസം നമുക്ക് വന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുക. പക്ഷേ അത് മുന്നോട്ട് പോകുന്തോറും നമുക്ക് പീരീഡ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആർത്തവം എന്ന് പറയുന്നത് ഓരോ മാസവും 28 ദിവസം നമ്മുടെ ബോഡിയിൽ വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബോഡി വെച്ചാൽ നമുക്ക് നമ്മുടെ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്ട്രോങ് ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഹോർമോൺ ചേഞ്ച്, അതായത് പീരീഡ്സ് ആവുന്ന സമയത്ത് ഒരു ഹോർമോൺ ആയിരിക്കാം, പീരീഡ്സ് കഴിയുമ്പോൾ വേറെ ഹോർമോൺ ആയിരിക്കാം. ഇങ്ങനെ ഒരു ഹോർമോൺ ഡീവിയേഷൻസിലൂടെയാണ് അല്ലെങ്കിൽ വേരിയേഷൻസിലൂടെയാണ് ഓരോ മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ ആർത്തവ ചക്രവും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഇങ്ങനെ ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ പീരീഡ്സിൻ്റെ സമയത്ത് ശക്തമായിട്ട് വയറുവേദന വരിക, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പെൺകുട്ടികളും ഒരു മെഫ്താൽ അല്ലെങ്കിൽ പാരസെറ്റമോൾ എടുത്ത് 2 ദിവസം ഓക്കെ വേദന സഹിക്കാം എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു ആയുർവേദ ഡോക്ടറെ അല്ലെങ്കിൽ ആയുർവേദ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ട് നമുക്ക് ഒരു 3 അല്ലെങ്കിൽ 6 മാസം നമുക്ക് മരുന്നുകൾ കഴിച്ചുകൊണ്ട് ആ വേദന ഒട്ടുമിക്ക നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെയാണ് ഒട്ടുമിക്ക എല്ലാ കുട്ടികളും പറയാറുണ്ട്, പീരീഡ്സ് ആവുന്നതിന് ഒരു 2-3 ദിവസം മുന്നേ ഡോക്ടറെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ട്, എനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് കരച്ചിൽ വരുന്നു, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു കാരണമില്ലാതെ എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അവരെന്ത് ചിന്തിക്കും, ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്, ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ നമുക്ക് അതിൻ്റെ മരുന്നിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് വിചാരിച്ചാലും, പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ കഴിയുമ്പോൾ അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിനെ, അവർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന ഒരു ദിവസമാണെങ്കിലും അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ദിവസമാണെങ്കിലും ആ ഒരു ദിവസത്തെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതൊന്നും അവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു നമുക്കിപ്പോൾ ആയുർവേദത്തിലാണെങ്കിലും ഇങ്ങനെയൊക്കെ മരുന്നുകൾ അവർക്കുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പല പെൺകുട്ടികളും എന്താണ് അവെയർ അല്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കാണെങ്കിലും ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം. പിന്നെ വരുന്നതാണ് ഒരു വെള്ളപോക്ക്. നമ്മളിപ്പോൾ OP ഒരു പേഷ്യൻറ്റ് വരികയാണെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കണം, ഇപ്പോൾ ഒരു ശരീരം മെലിഞ്ഞ് വരികയാണ്, അല്ലെങ്കിൽ ക്ഷീണം വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് അവരോട്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പെൺകുട്ടി വരികയാണെങ്കിൽ ആ പെൺകുട്ടികൾക്കറിയാം, നമുക്കറിയാം നമ്മൾ തന്നെ ഒരു പെൺകുട്ടി ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്, വജൈനൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചാണെങ്കിലോ വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ചാണെങ്കിലോ നമുക്ക് പറയാൻ ഭയങ്കരമായിട്ടുള്ള മടിയായിരിക്കും. പക്ഷേ നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും എന്താ പറയുക, കുട്ടികൾ പറയാം, ഡോക്ടർ അങ്ങനെയാണ്, എനിക്കിങ്ങനെ ഒരു വെള്ള പോലെ പോകുന്നുണ്ട്, എനിക്ക് ആ ഭാഗത്ത് ഭയങ്കരമായി ചൊറിച്ചിലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് ആ സമയത്ത് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ നഖം കൊണ്ടാണെങ്കിലും മുറിഞ്ഞ് പാടുകൾ വരാറുണ്ട്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് ഉള്ളിലോട്ട് അവരോട് കടന്ന് ചോദിക്കണം. പക്ഷേ ഇതിനാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മരുന്നുകൾ കൊടുത്ത്, ഒരു പരിധി കൂടുതൽ മരുന്നുകൾ കൊടുത്ത് നമുക്ക് അവരുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ വരുന്നതാണ് PCOD. നമുക്കറിയാം PCOD എന്ന് പണ്ട് എങ്ങനെയാണോ ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഡയബറ്റിസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഉള്ളത്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടീനേജിലുള്ള ഒട്ടുമിക്ക പെൺകുട്ടികൾക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു സ്കാൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും PCOD മോർഫോളജി അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നുള്ളൊരു അസുഖം കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഈ ഒരു അസുഖമൊക്കെ നമുക്ക് എന്താണ്, ഇപ്പോൾ ഒരു PCOD ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇതിപ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പീരീഡ്സ് ഇടയ്ക്ക് വരുന്നു പോകുന്നു, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇതിനെക്കൊണ്ടില്ലല്ലോ എന്നാണ് കുട്ടികൾ ചിന്തിക്കുക. പക്ഷേ ഇത് നമുക്ക് അങ്ങോട്ട് പോകുന്തോറും നമ്മുടെ ഇപ്പോൾ ഒരു
കൗമാരപ്രായം വരെ ഈ ടീനേഴ്സ് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ, ഒരു മധ്യവയസ്കയിലേക്ക് പോകുമ്പോൾ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഇത് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതുപോലെയുള്ള മൂന്നാമത്തെ ഒരു ഇതാണ് ഡിസ്മെനോറിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള അടിവയറ് വേദന. നോർമലി എല്ലാ സമയത്തും നമുക്ക് ഇപ്പോൾ പീരീഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് വയറുവേദന വരാറുണ്ട്. പക്ഷേ ഈ വയറുവേദന ഒരു പരിധിയിൽ കൂടുതൽ കഴിയുമ്പോൾ, അതായത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഒരു ദിവസം നമ്മൾ പീരീഡ്സ് ആവുന്നു, അല്ലെങ്കിൽ പീരീഡ്സിന് തൊട്ട് ഒരു 2-3 ദിവസം മുമ്പ് നമുക്ക് ഈ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു, നമുക്ക് ശക്തമായിട്ട് നമുക്ക് ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുട്ടികളിങ്ങനെ ബെഡിൽ തന്നെ കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരിക, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഈ പറഞ്ഞ പോലെ മെഫ്താൽ എടുക്കുക, അല്ലെങ്കിൽ പാരസെറ്റമോൾ എടുക്കുക, 2 ദിവസം കഴിഞ്ഞു, അല്ലെങ്കിൽ അടുത്ത മാസം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ഇതൊരു ലൈഫ് ലോങ് ആയിട്ട്, അതായത് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് ഈ പാരസെറ്റമോളിലോ അല്ലെങ്കിൽ മെഫ്താലിലോ ഒതുക്കിക്കൊണ്ടാണ് ഒട്ടുമിക്ക പെൺകുട്ടികളും എന്ത് ചെയ്യുക, അവരുടെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ആയുർവേദ ഗൈനക്കോളജി വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമേറുന്നത്. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 3 മാസം ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് പിന്നെ ഒരു 3 അല്ലെങ്കിൽ 6 മാസമോ റെഗുലറായിട്ട് നമ്മൾ മരുന്ന് കഴിച്ചാൽ ഒട്ടുമിക്ക ഈ ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് ആണെങ്കിലും ഡിസ്മെനോറിയ ആണെങ്കിലും ഫൈബ്രോയിഡ് അല്ല PCOD ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഈ നമുക്ക് പീരീഡ്സ് കറക്റ്റാക്കുകയും ചെയ്യാൻ പറ്റും.